ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് പരിപാടികൾ ആരംഭിച്ചാലോ നമുക്ക്. അപ്പൊ ഇന്ന് ചക്കക്കുരു കൈപ്പക്കായ ഉപ്പേരിയൊക്കെ വെക്കാന്നാണ് വിചാരിച്ചിരിക്കണം. അപ്പൊ ചക്കക്കുരു എങ്ങനെയാണ് തൊലി പൊളിക്കേണ്ടതെന്ന് നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കത്തിക ഉപയോഗിച്ച് ചുരണ്ടി എടുക്കലല്ലേ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണം. അപ്പൊ കയ്പക്കായും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉദ്ദേശിക്കണത്. അപ്പൊ കുക്കറൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇനി കുക്കറില് ചക്കക്കുരു ഇട്ട് അത് 2-3 വിസിലടിച്ചു കഴിഞ്ഞാൽ തൊലി പൊളിച്ചെടുക്കാന്ന് നമ്മള് യൂട്യൂബിൽ കണ്ടു കേട്ടോ. അപ്പൊ അത് കണ്ട് പഠിച്ചിട്ട് ചെയ്യുന്ന കലാപരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഒരുപാട് ചാനലുകളിൽ ഞാൻ കണ്ടേ. അപ്പൊ ഒരു കിടില മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാനല്. അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇതങ്ങ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ അരി കഴുകി അതും കൂടി ഒന്ന് അടുപ്പത്ത്. അപ്പൊ ഇന്ന് ചായക്ക് മുൻപ് ഇതൊക്കെയാണ് ചെയ്തത്. അപ്പൊ അരി കഴുകി വെക്കാം. അപ്പൊ ആ കുക്കറിൽ വിസിൽ വരുമ്പോഴേക്കും അരി കഴുകി അപ്പുറത്തോട്ട് വെക്കാലോ കുക്കറിൽ എന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് ഇതാ അരിയൊക്കെ കഴുകി ഇങ്ങനെ എടുത്തു. അപ്പൊ ഞാൻ പറയാറുണ്ടല്ലോ, അരി ഒരു പ്രാവശ്യം നമ്മൾ കഴുകിയതാണ്. 1-2 പ്രാവശ്യം കഴുകും. എന്നിട്ട് നമ്മളത് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് ബാക്കിയുള്ളത് അതിന്റെ മട്ടക്ക പിന്നെ വീണ്ടും എടുത്തിട്ട് കഴുകി കളയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് വെക്കാനുള്ള പരിപാടികളാണ്. അപ്പം 2 പ്രാവശ്യം ഉണ്ടാവും അരിപ്പയിലേക്ക് ഊറ്റി എടുക്കാനായിട്ട് അരി ഉണ്ടാവും. അങ്ങനെ വെള്ളം എടുത്ത് പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കുകയാണ്. അപ്പൊ അത് നിറച്ച് ഒരു അത്യാവശ്യം വെള്ളമായി കഴിഞ്ഞാൽ അധികം അരി എടുത്തിട്ടില്ലെന്ന്, ഒന്ന് കുറച്ച് അരി എടുത്തിട്ടുള്ളൂ ഒന്ന്. അപ്പൊ അത് കാരണം നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്. അപ്പൊ അങ്ങനെ എന്റെ എന്താ പറയാ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളയാൻ വേണ്ടി ഒന്ന് വിസിലൊക്കെ വെച്ചിട്ട് ഊതിക്കളഞ്ഞു. നേരെ നമ്മള് കുക്കർ അങ്ങ് അടപ്പത്തോട്ട് കയറ്റി. അപ്പൊ പിന്നെ അത് അവിടെ ഇരുന്ന് അങ്ങ് റെഡിയാവും. ഇവിടെ ഇരുന്ന് ചക്കക്കുരു അങ്ങ് റെഡിയാകും എന്ന് വിചാരിച്ചു. അപ്പൊ ആ പാത്രത്തില് നമ്മള് വെള്ളം അത് നിറഞ്ഞു. അപ്പൊ നമ്മളതങ്ങ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടാ. പിന്നെ നമുക്ക് വിചാരിച്ചു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനില്ല. അപ്പൊ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ചായക്കുള്ളതാ കുക്കർ 2-3 വിസിൽ വന്നപ്പോ ഇഞ്ചിയൊക്കെ റെഡിയാക്കി അതും എടുത്ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അതും റെഡിയാക്കി അതൊന്ന് ചതച്ചെടുത്ത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പനങ്ങൽക്കണ്ടം, നമ്മുടെ പനങ്ങൽക്കണ്ടം ഇട്ടിട്ട് അതും ഇട്ട് ഒരു ചായ വെള്ളം ഉണ്ടാക്കി കുടിക്കാം. കട്ടൻ ചായ ആണല്ലോ നമ്മൾ കുടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചായ ഉണ്ടാക്കി. അപ്പൊ ഒരു 2-3 വിസിലൊക്കെ വന്നു. അപ്പൊ അതങ്ങ് ഇറക്കി വെച്ചു. ഇതിങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ വേറൊരു നഗ്നസത്യം മനസ്സിലാക്കിയത്. വലിയ കുക്കർ അടപ്പത്ത് വെച്ച് പോയെങ്കിലും ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചീൻചട്ടി അടപ്പത്ത് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ചായപ്പ കൊണ്ടുപോയി അവിടെ വെക്കാം, ഏട്ടന് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ചീൻചട്ടി അടപ്പത്ത് വെച്ചത് സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ സാമ്പാറിലേക്കുള്ള പൊടികൾ നമ്മൾ വറക്കണല്ലോ. അപ്പൊ മല്ലിപ്പൊടി എടുത്തിട്ടു. അപ്പൊ അതിന്റെ ഇടയിൽ വിസിലിങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട അരിയുടെ. അപ്പൊ മല്ലിപ്പൊടി ഇട്ട് അങ്ങോട്ട് നല്ല പോലെ അങ്ങ് വഴച്ചെടുത്തു. അപ്പോഴേക്ക് ചോറ് ഇറക്കി വെച്ചു, വെള്ളം കയറ്റി വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. നല്ല പോലെ ഒന്ന് കഴിച്ചെടുക്കും. ചീഞ്ചട്ടി ചൂടാവണേക്കാൾ മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്യാം. പക്ഷെ ആ ഒരു ചൂടോട് കൂടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യണത്. കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഇങ്ങനെ വഴഞ്ഞ് ആ ചീഞ്ചട്ടി ഇങ്ങനെ ചൂടാവണതോടുകൂടി വഴണ്ട് ഇങ്ങനെ വരും. അപ്പം അല്ലെങ്കിൽ എനിക്ക് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അങ്ങനെ അതിലേക്ക് കുറച്ച് കായംപൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മള്. അങ്ങനെ അതൊക്കെ ചേർത്ത് അതൊക്കെ ഇറക്കി വെച്ചു കേട്ടോ. അപ്പൊ ഞാൻ കുക്കർ ഒന്ന് തുറന്നു നോക്കിയപ്പോ ചക്കക്കുരു അങ്ങ് കുറച്ചും കൂടെ അങ്ങോട്ട് റെഡി ആവാനുണ്ടോ എന്നൊരു സംശയം. അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടി അടപ്പത്ത് കയറ്റി വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ അത് അടപ്പത്ത് കയറ്റി വെച്ചിട്ട് അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടി നോക്കിയപ്പോ ഇല്ല, ചക്കക്കുരു ഇനി വേവാനുണ്ട്. അപ്പം ഒന്നുകൂടി റെഡിയാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ചക്കക്കുരു ഒന്ന് റെഡിയാക്കി പിന്നെ ആ പരിപ്പ് ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് ആ പരിപ്പിലേക്ക് ഞാൻ ഒരു ഉരുളൻകിഴങ്ങും പിന്നെ ഒരു സവാളയും അങ്ങോട്ട് നന്നാക്കി ഇടും. അപ്പൊ അതിന്റെ കൂടെ അങ്ങ് വെന്ത് കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ 5 വെണ്ടക്കായി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതും ഒരു ഉരുളൻകിഴങ്ങും ഒരു സവാള ഇട്ടിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഞാൻ വെക്കാൻ പോണത്. അങ്ങനെ അപ്പൊ സാമ്പാറിനുള്ള പരിപ്പങ്ങ് അടുപ്പത്തോട്ട് കയറ്റി. അപ്പൊ അത് വിസിൽ വന്ന് അത് ഇറക്കി വെച്ചു. അപ്പൊ അതേ ഒരു ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ഉപ്പേരി റെഡി ആക്കണമല്ലോ നമുക്ക്.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഞാൻ എന്റെ ഇടയിൽ അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോ ഞാൻ വേഗം ചക്കക്കുരു തൊണ്ട് കളയാന്ന് വിചാരിച്ചു. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാട്ടോ പോയത്. ചീനച്ചട്ടി അടപ്പത്ത് വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അപ്പൊ മനസ്സിലായത് ചക്കക്കുരു റെഡിയാക്കിയിട്ടില്ലല്ലോന്ന്. അങ്ങനെ ചക്കക്കുരുവിന്റെ തൊണ്ട് പൊളിച്ച് കളയണല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വെളുത്തുള്ളിയുടെ തൊണ്ട് കളയാം. ഇതില് ഏട്ടനൊരു മിന്നി മാഞ്ഞു പോയിണ്ടായിരുന്നല്ലോ. അപ്പൊ ചേട്ടൻ അപ്പുറത്തോട്ട് പോയത് എനിക്ക് നാളികേരം ചെരുകി തരും വേണം, പിന്നെ ചക്ക പഴുത്തിട്ടിരിക്കുന്നുണ്ട്, അതൊന്ന് റെഡിയാക്കാന്ന് ചോദിച്ചു. അതിന്റെ റെസിപ്പി ആയിട്ട് ഞാൻ വേറെ ദിവസം ഇടാട്ടോ. അപ്പം അങ്ങനെ അത് പരിപ്പ് നല്ല പോലെ അങ്ങ് ഉടച്ചെടുത്തു. അപ്പൊ ചീനച്ചട്ടി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് പുളി അങ്ങ് പിഴിഞ്ഞ് വെച്ചുട്ടാ. അപ്പൊ നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുപ്പ് ഒഴിഞ്ഞേക്കല്ലേ. അപ്പൊ ഞാൻ അതുമാക്കി ഈ പരിപ്പിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ പച്ചക്കലം കുക്കർ അടപ്പത്തോട്ട് കയറ്റി വെച്ചു. അപ്പൊ അത് തിളയ്ക്കുന്നതിന്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെളുത്തുള്ളിയുടെ തൊണ്ടൊക്കെ കളഞ്ഞു. പിന്നെ എന്താ കുറച്ച് പച്ചമുളകൊക്കെ ഞാൻ ഈ സാമ്പാറിലേക്ക് നുറുക്കിയിട്ടു കേട്ടോ. തിളയ്ക്കുന്നതിന്റെ ഒപ്പം അങ്ങനെ റെഡി ആയാൽ മതിയല്ലോ. അപ്പോൾ ചീനച്ചട്ടി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക. വേഗം മുളക് പൊടി ഇട്ടു, വെളുത്തുള്ളി മൊരിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കയ്പക്കായ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടിയല്ലോ. ഈ ചീനച്ചട്ടി ഭയങ്കരമായിട്ട് ചൂടായി പോയി. അപ്പൊ അങ്ങനെ വേഗം കയ്പക്കായ ഇട്ടിട്ട് അങ്ങ് റെഡിയാകാണ് കേട്ടോ. അപ്പൊ പെട്ടെന്നുള്ള ഒരു ഇത്. അപ്പൊ അങ്ങനെ അത് മൂടി വെച്ച് ചെറിയ തീയിലിട്ടിട്ട് കയ്പക്കായ അങ്ങോട്ട് വേവട്ടെ, എന്നിട്ട് നമുക്ക് ചക്കക്കുരു ഇട്ടാൽ മതിയല്ലോ. അപ്പൊ അത് കഴിഞ്ഞു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് സാമ്പാർ അങ്ങ് ആ സാമ്പാർ പൊടികളൊക്കെ ഒന്നും കൂടി ഇട്ട് ആദ്യം ഒന്ന് തിളച്ചതിന് ശേഷം കേട്ടോ. അപ്പൊ പുളി ഒന്ന് തിളച്ചതിന് ശേഷം സാമ്പാർ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് വീണ്ടും ഒന്നുകൂടി തിളപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ചേട്ടൻ ചക്ക പറിക്കാനുള്ള പുറപ്പാടില് പാത്രങ്ങള് കഴുകാണ് കേട്ടോ. അപ്പൊ ചേട്ടൻ പോണേക്കാളും മുമ്പ് ഒന്നും കൂടി ഒന്നും മേലൊക്കെ കഴുകും, എന്നിട്ടാണ് പോവുക. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവൂല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അപ്പൊ ഇതാ ഒന്നുകൂടി ഒന്ന് ഇളക്കിയൊക്കെ വെച്ചു ഞാൻ. അപ്പൊ അതൊക്കെ റെഡിയാക്കി വെച്ച് ഇതാ വീണ്ടും എന്താ പറയാ അരി ഊറ്റാനുള്ള കാര്യങ്ങൾക്കൊക്കെ റെഡിയായി. അപ്പൊ പാത്രം വെച്ച് അരി വേഗം ഊറ്റി റെഡിയാക്കി വെച്ചു. അപ്പൊ കുറച്ച് അരി, അന്ന് കഞ്ഞി വേണ്ട, ഇന്ന് ദോശയല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അങ്ങനെയുള്ള ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അരിയൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ച് മൂടി വെച്ചു കേട്ടാ. പിന്നെ ഇതാ കുറച്ച് ബെല്ലം എടുക്കും, പാത്രത്തിൽ നിന്ന് കുറച്ച് ബെല്ലം എടുത്തിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഇത്തിരി ബെല്ലം ഇടണം, അതായത് ശർക്കര. അപ്പൊ ശർക്കര ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇങ്ങനെ അവിടെ കത്തി കൊണ്ട് വെച്ച് വെട്ടുമായിരുന്നു. അങ്ങനെ അത് എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല, ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഇടുള്ളൂ കേട്ടോ. അങ്ങനെ ആ ചോറ് റെഡിയായിപ്പോ ചോറ് അവിടെ കൊണ്ടു വെച്ചു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ നിന്നുള്ള വേസ്റ്റുകൾ അപ്പെടുന്നു. അപ്പൊ അപ്പോഴേക്ക് സാമ്പാർ ഇങ്ങനെ തിളച്ചു തുടങ്ങി. അപ്പൊ ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അവിടെ കിടക്കട്ടെ എന്ന് ചോദിച്ചു. പുളി നന്നായിട്ട് വേവണല്ലോ. അപ്പൊ വീണ്ടും നമ്മൾ ചീനച്ചട്ടിയിൽ എടുത്തിട്ട് അടുപ്പത്തോട്ട് അവിടെ വീണ്ടും ഇളക്കി നല്ല പോലെ ഇളക്കി റെഡിയാക്കി. അപ്പൊ ഏതാണ്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോ ബാക്കിയുള്ള ശർക്കര കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ ഞാൻ അപ്പുറത്ത്. അങ്ങനെ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പാത്രം എടുക്കാനായിട്ട് പോയതാണ്. ചേട്ടൻ്റെ അവിടെ ചോറും പാത്രം ഒക്കെ എടുത്തു വെക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പൊ അതൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാ പാത്രങ്ങളൊക്കെ കഴുകി സാമ്പാറൊക്കെ സെറ്റാക്കി ഏട്ടനുള്ള പാത്രങ്ങളൊക്കെ അതിലൊക്കെ ചോറൊക്കെ നിറച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു, ഏട്ടന് പോവാറായി. ഏട്ടന്റെ പാത്രങ്ങളെല്ലാം സെറ്റാക്കി കേട്ടോ. അപ്പൊ അചിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ. ഇവിടം വരെയാണ് ഏറ്റവും വലിയ പണികളുള്ളത്. ശരി ടാറ്റാ, ബൈ.